ഇന്ത്യയിലേക്ക് അമേരിക്ക പുതിയ അംബാസഡറെ നിയോഗിക്കുന്നു. സെർജിയോ ഗോർ എന്ന് പറഞ്ഞാൽ ട്രംപിൻ്റെ വളരെ വിശ്വസ്തനാണ്. ഒരുപക്ഷെ വൈറ്റ് ഹൗസിൽ ഇത്രയും വളരെ പവർഫുള്ളായിട്ടുള്ളൊരു പേഴ്സൺ വേറെ ഉണ്ടോ എന്ന് പോലും നമുക്ക് സംശയം തോന്നും. അങ്ങനെയുള്ള സെർജിയോ ഗോറിനെ ഇപ്പോൾ ഇന്ത്യയിലേക്ക് നിയോഗിക്കുന്നതിന് പിന്നിൽ ഒരു രാഷ്ട്രീയ അജണ്ടയുണ്ട്. ഇന്ത്യയും അമേരിക്കയും തമ്മിൽ ഇത്രത്തോളം താരിഫിൻ്റെ കാര്യത്തിൽ ഒരു പ്രശ്നമുണ്ടാകുന്ന സമയത്ത് അയക്കുന്നത് ദൂതനെയാണോ ചാരനെയാണോ എന്ന കാര്യത്തിൽ മാത്രമാണ് സംശയം. മാഷ് എങ്ങനെയാണ് തോന്നുന്നത്? തീർച്ചയായിട്ടും ആ പ്രയോഗം വളരെ വളരെ പ്രധാനമാണ്. പ്രത്യേകിച്ച് അമേരിക്കയാണ് അയക്കുന്നത്. അതും ഏതെങ്കിലും അമേരിക്കയല്ല, ട്രംപിൻ്റെ അമേരിക്കയാണ് അയക്കുന്നത്. വേറൊന്ന്, ഈ അയക്കുന്ന ആൾക്ക് വേറൊരു പ്രത്യേകതയുണ്ട്. ഈ സെർജിയോ ഗോറ് റഷ്യൻ വംശജനുമാണ്. അതാണ് അതിൻ്റെ പ്രത്യേകത. ഞാൻ അദ്ദേഹത്തിൻ്റെ ജന്മസ്ഥലം നോക്കുമ്പോൾ ഇന്ത്യക്കാർക്ക് വേറെ ഇമ്പോർട്ടൻസ് ഉണ്ട്. താഷ്കൻഡിലാണ്. ഇപ്പോൾ ഉസ്ബെക്കിസ്ഥാനിൽ, ഇന്നത്തെ പഴയ സോവിയറ്റ് യൂണിയൻ്റെ ഭാഗമായിരുന്ന ഇന്നത്തെ ഉസ്ബെക്കിസ്ഥാനിലാണ് താഷ്കൻഡിലാണ് ഇദ്ദേഹം ജനിച്ചത്. ചെറുപ്പക്കാരനാണ് കേട്ടോ, 38-39 വയസ്സുള്ളൂ. 86-ലെങ്ങാണ്ടാണ് ജനിച്ചത്. അപ്പോൾ അദ്ദേഹം 99-ലാണ് അമേരിക്കയിൽ അവിടെ വാഷിങ്ടൺ യൂണിവേഴ്സിറ്റിയിൽ പഠിക്കാൻ വന്ന് പിന്നെ അവിടെ സ്ഥിരതാമസാക്കുകയാണ്. അപ്പോൾ ഈ താഷ്കൻഡിൻ്റെ പ്രാധാന്യം അറിയാലോ. ഇന്ത്യയിൽ 2-3 കാര്യങ്ങളുണ്ട്. ഇന്ത്യയിലെ പ്രധാനപ്പെട്ട ഉടമ്പടി ഉണ്ടായത് താഷ്കൻഡ് കരാറാണ്. ലാൽ ബഹദൂർ ശാസ്ത്രി മരിച്ചത് അല്ലേ അവിടെ നിന്നാണ്. വേറൊരു പ്രാധാന്യമുള്ളത്, ഇന്ത്യൻ കമ്മ്യൂണിസ്റ്റ് പാർട്ടി സ്ഥാപിച്ചത് താഷ്കൻഡിലാണ്. 1920 ഈ താഷ്കൻഡിലാണ് ഇന്ത്യൻ കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഉണ്ടാകുന്നത്. പിന്നീട് ഇന്ത്യൻ മണ്ണിൽ 1925 വന്നു. പക്ഷേ അപ്പോൾ ഞാൻ പറയുന്നത് ഒരുപാട് ഇമ്പോർട്ടൻസ് ഇന്ത്യക്കുണ്ട്. താഷ്കൻഡുകാരനാണ് നമ്മുടെ സെർജിയോ ഗോർ. അദ്ദേഹമാണ് ഈ അമേരിക്കയുടെ സ്ഥാനപതി. അതൊന്ന്. രണ്ടാമത്തെ ഒരു പ്രാധാന്യം, ഇദ്ദേഹം റഷ്യൻ വംശജനാണെന്ന് പറയുമ്പോൾ പുതിയ കാലത്തൊരു ഇമ്പോർട്ടൻസ് ആലോചിച്ച് നോക്കും. ട്രംപും ഇപ്പോൾ അമേരിക്കയും ഇന്ത്യയും റഷ്യയും തമ്മിലാണ് ഇപ്പോൾ നടക്കുന്ന പ്രധാനപ്പെട്ട വ്യാപാര ചർച്ചകളുടെ ഒരാണിക്കല്ല് മുഴുവൻ ഈ 3 രാജ്യങ്ങളാണ്. ഇന്ത്യയും റഷ്യയും തമ്മിലുള്ള വ്യാപാരത്തിൽ ഇടപെടാനും അത് കുറച്ചു കൊണ്ടുവരാനുമാണ് ട്രംപിൻ്റെ താല്പര്യം, അമേരിക്കയുടെ താല്പര്യം. അതിൻ്റെ പേരിലാണ് അമേരിക്ക ഇന്ത്യക്ക് പണിഷ്മെൻറ്റ് തരുന്നത്. നമ്മുടെ താരിഫ് കൂട്ടുകയും ഇഷ്ടം പോലെ നമ്മളോട് കലഹിക്കുകയൊക്കെ ചെയ്യുന്നത് അതാണ്. പക്ഷേ റഷ്യയുടെ വ്യാപാര ബന്ധങ്ങളിലൊന്നും യാതൊരു കുറവും വരുത്താതെ തന്നെ അമേരിക്കയോട് ഡിപ്ലോമാറ്റിക്കായിട്ടുള്ള റിലേഷൻ സൂക്ഷിക്കാനാണ് നമ്മൾ ശ്രമിക്കുന്നത്. മാത്രമല്ല, ഇന്ത്യൻ മാർക്കറ്റിനെ തടയാനാണ് ട്രംപ് ശ്രമിക്കുന്നത്. ഈ സമയത്ത് ഒരു റഷ്യൻ വംശജനായ ഒരാൾ ഇന്ത്യൻ മണ്ണിൽ അമേരിക്കൻ സ്ഥാനപതിയായി വരുന്നു എന്നതിന് രാഷ്ട്രീയ പ്രാധാന്യം ഏറെയുണ്ട്. മാത്രമല്ല, തന്ത്രപ്രധാനമാണത്. അതുകൊണ്ട് ഈ പറഞ്ഞതുപോലെ വളരെ സൂക്ഷിക്കേണ്ടതുണ്ട് അദ്ദേഹത്തിൻ്റെ വരവിനെ. പിന്നെ വ്യക്തിപരമായി അപ്പോൾ ഒരു പക്ഷേ റഷ്യൻ ഒരു സംസ്കാരത്തോടെ തന്നെ ഇടപെടാൻ പറ്റുന്ന ഒരു സ്ഥാനപതി, ഇന്ത്യയും റഷ്യയും തമ്മിലുള്ള ബന്ധത്തിൽ ഇടപെടാൻ സാധിക്കുന്ന ഒരു അമേരിക്കൻ സ്ഥാനപതി, ഒപ്പം അതിൻ്റെ ഗുണം ഇന്ത്യയും അമേരിക്കയും തമ്മിലുള്ള ബന്ധത്തിൽ ഉണ്ടാക്കിയെടുക്കാൻ ശ്രമിക്കുന്ന ഒരാൾ. ഗൂഢമായ അജണ്ടയൊന്നും ഇല്ലെങ്കിൽ നേർക്കുനേരെയുള്ള അജണ്ട അതാണ്. ഇനി അതല്ല, ഗൂഢമായ അജണ്ട ഉണ്ടാവാനുള്ള സാധ്യത വളരെ കൂടുതലാണ്. അമേരിക്ക ആയതുകൊണ്ട് തന്നെ, ട്രംപ് ആയതുകൊണ്ട് നമ്മൾ സൂക്ഷിക്കേണ്ടതുണ്ട്. പക്ഷേ ഇയാൾ വളരെ പവർഫുള്ളാണ്. ഈ സെർജിയോ ഗോർ വളരെ പവർഫുള്ളാണ്. കാരണം എളുപ്പത്തിൽ, ഇത്രയും ചെറുപ്പത്തിൽ ആലോചിച്ച് നോക്കൂ, 38 വയസ്സുള്ള ഒരാൾ അമേരിക്കൻ വൈറ്റ് ഹൗസിൽ ഇന്ന് വരെ ആ പ്രായത്തിൽ ഒരാൾക്ക് എത്തിച്ചേരാൻ പറ്റിയിട്ടില്ലാത്ത പദവിയിലാണ് എത്തുന്നത്. അത് അതിവേഗത്തിൽ റിപ്പബ്ലിക്കൻ പാർട്ടിയുടെ വലിയ പ്രവർത്തകനായിരുന്നു. മാത്രമല്ല, റിപ്പബ്ലിക്കൻ പാർട്ടിയും ഡൊണാൾഡ് ട്രംപും ജനകീയനാകുന്നത് 2-3 കാര്യങ്ങളിലൂടെ. ഒന്ന്, അവർ നടത്തിക്കൊണ്ടിരുന്ന PAC എന്ന് പറഞ്ഞാൽ അവിടുത്തെ ഈ NGO പോലെ വലിയ ജനസേവന പ്രസ്ഥാനം ഉണ്ടല്ലോ, റൈറ്റ് ടു അമേരിക്ക ആണ് അതിൻ്റെ പേര്. അപ്പോൾ ആ ജനകീയ പ്രസ്ഥാനത്തിൻ്റെ വലിയ സംഘാടകനായി മാറി ഇദ്ദേഹം. അങ്ങനെയാണ് ട്രംപിന് റിപ്പബ്ലിക്കൻ പാർട്ടിയിൽ വലിയ അംഗീകാരം ഉണ്ടാകുന്നത് അതിലൂടെയാണ്. ഈ PACയുടെ സ്ഥാപകൻ അല്ലെങ്കിൽ അതിൻ്റെ വലിയ സംഘാടകൻ എന്ന നിലയിലാണ് ഒന്ന്. രണ്ടാമത് അദ്ദേഹം ചെയ്തത് ട്രംപിനെ ജനകീയനാക്കുകയാണ്. ട്രംപിനെ ജനകീയനാക്കാനുള്ള രണ്ടാമത്തെ മാർഗം എത്ര സമർത്ഥമായിട്ടാണ് ചെയ്തത്. രണ്ടാമത്തെ മാർഗം ട്രംപിൻ്റെ പുസ്തകങ്ങൾ പ്രസിദ്ധീകരിക്കുകയാണ്. അത് എളുപ്പമുള്ള പണിയല്ല. ട്രംപിനെ കൊണ്ട് പുസ്തകങ്ങൾ എഴുതിക്കുന്നു, അത് പ്രസിദ്ധീകരിക്കുന്നു. ഒരു പ്രസാധനാലയം ട്രംപിൻ്റെ മോനുമായി അടുക്കുന്നു ഇദ്ദേഹം. സെർജിയോ ഗോർ ട്രംപിൻ്റെ മോനും ജൂനിയർ ട്രംപുമായി അടുത്തിട്ട് അവർ രണ്ടുപേരും ചേർന്നിട്ട് ഒരു പ്രസാധക കമ്പനി ഉണ്ടാക്കുന്നു. വിന്നിംഗ് ടീം പബ്ലിഷിംഗ് കമ്പനി എന്നാണ്. വിന്നിംഗ് ടീം പേരിടുമ്പോൾ തന്നെ അത് വിജയിക്കാനായിട്ട് ഉണ്ടാക്കിയതാണ്. അവർ ചില പുസ്തകങ്ങൾ, പല പുസ്തകങ്ങളും ബെസ്റ്റ് സെല്ലറാണ്. അമേരിക്കൻ പ്രസിഡൻ്റിൻ്റെ പുസ്തകമാണ്. അതും ട്രംപ് വലിയ വിവാദ പുരുഷനാണല്ലോ എന്നും. അതുകൊണ്ട് ട്രംപിൻ്റെ പുസ്തകങ്ങൾ വലിയ തോതിൽ വിറ്റഴിഞ്ഞു.
ആ പുസ്തകങ്ങളൊക്കെ തന്നെ വലിയ തോതിൽ ആളുകൾ വായിച്ചു. അങ്ങനെ ട്രംപ് വളരെ പോപ്പുലറായി. ആ പുസ്തകങ്ങളുടെ പേര് ഇപ്പോൾ ഒന്ന് സേവ് അമേരിക്ക എന്ന് പറയുന്നൊരു പുസ്തകം ഞാൻ കണ്ടിട്ടുണ്ട്. ഞാൻ ഒന്നേ കണ്ടിട്ടുള്ളൂ. വേറെ വളരെ പ്രധാനപ്പെട്ട പുസ്തകങ്ങളുണ്ട്. എ ജേണി ടുഗദർ എന്ന് പറഞ്ഞിട്ടൊരു പുസ്തകമുണ്ട് അത്രേ. അതുപോലെ തന്നെ ലെറ്റേഴ്സ് ടു ട്രംപ്, നമ്മൾ പറയാറില്ലേ ഇപ്പോൾ ഒരച്ഛൻ മകൾക്ക് അയച്ച കത്തുകൾ, മഹാത്മാഗാന്ധിയുടെ കത്തുകൾ എന്നൊക്കെ പറയും, ജോർജ് വാഷിങ്ടൻ്റെ കത്തുകൾ എന്നൊക്കെ പറയുന്ന പോലെ, നെൽസൺ മണ്ടേലയുടെ കത്തുകൾ എന്നൊക്കെ പറയും പോലെ ജീവിച്ചിരിക്കുമ്പോൾ ഒരാൾക്ക് വന്ന കത്തുകൾ, അത് വളരെ പ്രധാനപ്പെട്ട സംഗതിയാണ്. ആളുകൾ വായിക്കും. ലോകമെങ്ങൊന്നും കത്തുകൾ വന്നിട്ടുണ്ടാവുമല്ലോ. ലെറ്റേഴ്സ് ടു ട്രംപ്, അങ്ങനെയുള്ള പുസ്തകങ്ങളൊക്കെ എഴുതിക്കുന്നു. ഒരുപക്ഷെ എഴുതുന്നതും എഴുതിക്കുന്നതും ഒക്കെ വേറെ ആൾ ഉണ്ടാവാം. എന്തായാലും ട്രംപിൻ്റെ പേരിൽ പുസ്തകങ്ങൾ ഇറങ്ങുന്നു. ഏത് കാലത്താണെന്ന് നോക്കണം. ബറാക്ക് ഒബാമയുടെയും മിഷേൽ ഒബാമയുടെയൊക്കെ പുസ്തകങ്ങൾ ലോകത്ത് ചൂടപ്പം പോലെ പോകുന്ന ഒരു സമയത്താണ് അത് അവരുടെ റൈവലായ, അവർ ഡെമോക്രാറ്റ്സ് ആണ്, റൈവലായ റിപ്പബ്ലിക്കൻസിൻ്റെ ഭാഗത്ത് നിന്ന് ഇങ്ങനെ ഒരു പുസ്തക ക്യാമ്പയിൻ തുടങ്ങുന്നത്. ആ വിന്നിങ് ടീമാണ് പബ്ലിഷേഴ്സ്. അതിൻ്റെ തലപ്പത്ത് അതിൻ്റെ മുഴുവൻ ബ്രെയിനും ഈ സെർജിയോ ഗോറിൻ്റേതാണ്. 2. മൂന്നാമത് ട്രംപിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട, ട്രംപിനെ കാൻഡിഡേറ്റ് ആയിട്ട് കൊണ്ടുവരുന്നു. റിപ്പബ്ലിക്കൻ കാൻഡിഡേറ്റ് ആയിട്ട് വരുമ്പോൾ അവരുടെ ഏറ്റവും പ്രധാനപ്പെട്ട പ്രശ്നം ഇതിൻ്റെ ചിലവാണ്. അമേരിക്കൻ തെരഞ്ഞെടുപ്പിൻ്റെ ചിലവ് എന്ന് പറഞ്ഞാൽ നമ്മുടെ നാട്ടിലെ പോലെ ഒരു ദിവസത്തെ ബൂത്തിൽ കൊടുക്കാനുള്ള പൈസയല്ല, അല്ലെങ്കിൽ 4 പോസ്റ്ററിൻ്റെയോ ബാനറിൻ്റെയോ ചിലവല്ല. ദീർഘകാലത്തെ പ്രോസസ്സാണ്. യൂണിറ്റ് തൊട്ട് ക്യാമ്പയിൻ നടത്തി വരണമല്ലോ. കാൻഡിഡേറ്റ് ആവാനുള്ള മത്സരമാണ് ഏറ്റവും പ്രധാനപ്പെട്ട മത്സരം. അമേരിക്കൻ പ്രസിഡൻഷ്യൽ ഇലക്ഷൻ എന്ന് പറഞ്ഞാൽ അതാണ്. ആ പ്രോസസ്സിന് വലിയ പണച്ചെലവുണ്ട്. ആ പണത്തിൻ്റെ ഫൈനാൻസ് കമ്മിറ്റി ഇദ്ദേഹം ഏറ്റെടുത്തു. വലിയ തോതിൽ അത് നിഷ്പ്രയാസം സുഗമമായി ഇലക്ഷൻ നടത്താനുള്ള ഫണ്ട് ഉണ്ടാക്കി. പിന്നെ എങ്ങനെ വിശ്വസിക്കാതിരിക്കും എന്ന് പറഞ്ഞാൽ അതിനൊക്കെയല്ലേ ആൾ വേണ്ടത്. ഒരു നേതാവിന് ഏറ്റവും വലിയ ആവശ്യം എന്താ? സമാഹരണമാണ്. സാമ്പത്തിക സമാഹരണത്തിന് ഇദ്ദേഹം മുൻകൈയെടുത്തു. അതാണ് ഒന്ന്. അതോടുകൂടി ട്രംപിൻ്റെ റിപ്പബ്ലിക്കൻ പാർട്ടിയുടെ ആസ്ഥാനത്തെ ഓഫീസ് ഡയറക്ടറാക്കി ഇദ്ദേഹത്തെ നിയമിച്ചു. അതാണ് ട്രംപുമായുള്ള അടുപ്പം എന്ന് പറഞ്ഞാൽ. അതോടുകൂടി ട്രംപിൻ്റെ മനസാക്ഷി ഇദ്ദേഹമായി തീർന്നു. ഈ 3 കാര്യങ്ങൾ വളരെ പ്രധാനമാണ്. അല്ല, ഇവിടെ ഒരു പ്രശ്നമുണ്ട്. ഇപ്പോൾ എസ് ജയശങ്കർ വിദേശകാര്യമന്ത്രി നേരെ മോസ്കോയിലേക്ക് പോകുന്നു. അവിടെ ചെന്ന് സെർജി ലാവ്റോവുമായിട്ട് അവിടുത്തെ വിദേശകാര്യമന്ത്രിയായിട്ട് കൂടിക്കാഴ്ച നടത്തുന്നു. അതായത് ഇന്ത്യ എങ്ങനെയാണ് നയതന്ത്ര ബന്ധത്തെ കൃത്യമായിട്ട് മുന്നോട്ട് കൊണ്ടുപോകേണ്ടതെന്ന് തന്ത്രപരമായിട്ട് അറിയാം. മോദിയും ചെയ്യുന്നുണ്ട്, ജയശങ്കറും ചെയ്യുന്നുണ്ട്. ഇവിടെയാണ് ഈ സെർജി ഗോറിനെ ഇവിടെ പുതിയൊരു അംബാസഡറായിട്ട് നിയമിക്കുന്ന നയതന്ത്രം അമേരിക്ക ഉപയോഗിക്കുന്നത്. ഈ നയതന്ത്രം ഉപയോഗിക്കുന്നതിലൂടെ അമേരിക്കയ്ക്ക് ചില ലക്ഷ്യങ്ങളുണ്ട്. കാരണം ഇലോൺ മസ്ക് എന്ന് പറഞ്ഞ ട്രംപിൻ്റെ കൂടെ നടന്നിരുന്ന ആൾ, അല്ലെ ട്രംപിൻ്റെ വിശ്വസ്തനെന്ന് ഒരു കാലത്ത് പറഞ്ഞിരുന്ന ആൾ, ഈ പറയുന്ന സെർജി ഗോറിനെ പറഞ്ഞത് പാമ്പ് വരുന്നു എന്നാണ്. ഒരു തികഞ്ഞ മദ്യപാനി എന്ന രീതിയിൽ ഒരു ആക്ഷേപമുണ്ട്. ട്രംപിനെ ആക്ഷേപിച്ച ആളാണ്. അപ്പം ഇലോൺ മസ്കിൻ്റെ ആക്ഷേപങ്ങൾ ഉണ്ടായിട്ട് പോലും ഇന്ത്യ പോലെ ഒരു സെൻസിറ്റീവായ രാജ്യത്തേക്ക് ഇപ്പോൾ ട്രംപ് ഇയാളെ അയക്കണമെങ്കിൽ അതിന് പിന്നിൽ അജണ്ട ഉണ്ടാവാം തീർച്ചയായിട്ടും. പക്ഷേ ഈ ഇഷ്യൂ വളരെ പ്രധാനമാണ്. എലൻ മസ്കുമായിട്ട്, അതും വളരെ നിർണായകമായ ഒരു സമയത്താണ് എലൻ മസ്കുമായിട്ട് ട്രംപ് പിണങ്ങിയ സംഭവം അറിയാലോ. എലൻ മസ്ക് എന്താ പ്രശ്നം വെച്ചാൽ, എലൻ മസ്ക് ആയിരുന്നു വൈറ്റ് ഹൗസിന്റെ മുഴുവൻ നിയന്ത്രണവും, ഭരണം നടത്തിയിരുന്നത്. അദ്ദേഹം ഞാനാണ് ഭരിക്കുന്നത് അദ്ദേഹം തന്നെ അവകാശപ്പെട്ടിട്ടുണ്ട്. അമേരിക്കയ്ക്ക് 2 പ്രസിഡന്റ്, തെരഞ്ഞെടുക്കപ്പെട്ട പ്രസിഡന്റും അല്ലാത്ത പ്രസിഡന്റ്. അപ്പോൾ എലൻ മസ്ക് പ്രസിഡന്റായി ആക്ട് ചെയ്തുകൊണ്ടിരുന്നു. എല്ലാ നിയമനങ്ങളും അദ്ദേഹം നടത്തിക്കൊണ്ടിരുന്നത്. അതിനിടയിൽ ചില നിയമനങ്ങൾ ഉണ്ടായ ഉടക്കാണ്. ഏറ്റവും പ്രധാനപ്പെട്ട നിയമനം, നാസയിലേക്ക് ഒരു പ്രതിനിധിയെ അയക്കാൻ, നാസയിലേക്ക് അമേരിക്കയുടെ ഒരു പ്രതിനിധിയെ തിരഞ്ഞെടുത്തപ്പോൾ ആ നിയമനത്തിൽ മസ്ക് ഇടപെട്ടു. മസ്കിൻ്റെ സ്വന്തം കാൻഡിഡേറ്റിനെ കൊണ്ടുവന്നു. അപ്പോൾ ട്രംപിന് അത് ഇഷ്ടമായില്ല. ട്രംപ് പറഞ്ഞു പറ്റില്ല എന്ന് മാത്രമല്ല, ആ സമയത്ത് ട്രംപിൻ്റെ കൂടെ നിന്ന് മസ്കിനെതിരായി പൊരുതിയ ആളാണ്. കള്ളു കുടിക്കുന്നതുകൊണ്ടോ മാത്രമായിരിക്കണം എന്നില്ല. വിഷസർപ്പം എന്ന് വിളിച്ചത് ഇയാൾക്ക് ഇഷ്ടപ്പെടാത്തതുകൊണ്ട് കൂടിയായിരിക്കണം. ഒരു വിഷസർപ്പം, അതായത് ട്രംപിൻ്റെ തീരുമാനത്തിൻ്റെ കൂടെ നിന്നു. മസ്കിനെ പോലൊരു വമ്പനെ പിണക്കി അയച്ചു. മസ്ക് പൂർണ്ണമായും ട്രംപിനോട് വിട പറഞ്ഞു. അപ്പോഴും കൂടെ നിന്നിട്ട് ട്രംപിൻ്റെ ശക്തിയായി വർത്തിച്ചു. അപ്പോഴാണ് ഈ മസ്ക് നിലവിട്ട് പെരുമാറുന്നത്. അയാൾ വിഷസർപ്പമാണ്, സൂക്ഷിക്കണം. ആ വിഷസർപ്പത്തെയാണ് ഇപ്പോൾ ഇന്ത്യയിലേക്ക് അയക്കുന്നത്. നമ്മൾ സൂക്ഷിക്കണമോ വേണ്ടയോ എന്നുള്ളത് നമുക്ക് കാത്തിരുന്ന് കാണാം. എന്തായാലും എന്താണ് അദ്ദേഹത്തിൻ്റെ പേര്, ഐസക് മാൻ എന്തോ മറ്റോ, ഞാൻ വായിച്ചോർമ്മയുണ്ട്. ഐസക് മാൻ എന്നൊരാളെ ഈ നാസയിലേക്ക് നിയമിക്കുമ്പോഴാണ് മസ്കുമായിട്ട് പിണങ്ങുന്നത്. പക്ഷേ മസ്കിനോട് പിണങ്ങാനുള്ള ധൈര്യം കൊടുക്കുകയും ഇപ്പുറത്ത് മസ്കിനോട് പൊരുതാനുള്ള വീര്യത്തോടെ കൂടെ നിൽക്കുകയും ചെയ്തയാളാണ് ഗോർ. ആ ഗോറാണിപ്പോൾ നമ്മുടെ തീർച്ചയായിട്ടും ഈ നമ്മുടെ പുതിയ സ്ഥാനപതിയായിട്ട് വരുന്നത്. കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ ABC മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടണും അമർത്തുക.